നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കോപ്പ ഡെൽ റേയുടെ റൗണ്ട് ഓഫ് 32 ഇതാ FC ബാഴ്സലോണ നാളെ കളിക്കാൻ ഇറങ്ങിയാണ്. ഗോത്ലജെറയുമായിട്ടാണ് കളി. നാളെ എന്ന് പറയുമ്പോൾ സാങ്കേതികമായിട്ട് നമുക്ക് മറ്റന്നാൾ പുലർച്ചെ 1:30 ഈ കളി നടക്കുന്നത്. കളിക്ക് മുന്നോടിയായിട്ട് കോച്ച് ഹൻസി ഫ്ലിക്കിന്റെ മാധ്യമങ്ങളെ കണ്ടു. ജോയൻ ഗാർഷ്യ നാളെ കളിക്കില്ല, അദ്ദേഹത്തിന് വിശ്രമം കൊടുക്കുകയാണെന്ന് കോച്ച് പറഞ്ഞു. അപ്പോൾ ചോദ്യം, ആര് കളിക്കും? ടെർ സ്റ്റെഗൻ ഫിറ്റാണ്, സ്ക്വാഡിലുണ്ട്, ഷെസ്നി ഉണ്ട്, ആരെ കളിപ്പിക്കും? ഇപ്പോൾ ടെർ സ്റ്റെഗൻ ഒരു കളിയും കിട്ടാതെ അത് ഇവിടെ തുടരുമോ? ജനുവരി ലോണിൽ പോകില്ലേ? ഈ ചോദ്യങ്ങളൊക്കെ മാധ്യമങ്ങൾ ചോദിച്ചു ഹൻസി ഫ്ലിക്കിനോട്. ഫ്ലിക്കിന്റെ മറുപടി, ടെർ സ്റ്റെഗൻ ഒരു കളിയും കളിക്കാതെ ഇവിടെ നിൽക്കുമോ? അപ്പോൾ അത് നിൽക്കണോ വേണ്ടയോ അതൊക്കെ അദ്ദേഹത്തിൻ്റെ തീരുമാനം. ഞങ്ങൾ ഈ ഒരു സിറ്റുവേഷനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. മാർക്കിനെ ഞാൻ ബഹുമാനിക്കുന്നു, കാരണം അദ്ദേഹം ഒരു അമേസിങ് ഗോൾ കീപ്പറാണ്. അതോടൊപ്പം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ ടീമിൽ അദ്ദേഹം. പക്ഷേ തുടരണോ വേണ്ടയോ അതൊക്കെ അദ്ദേഹത്തിന് ഇഷ്ടമാണ്. അദ്ദേഹം ആ തീരുമാനം എന്തായാലും എടുക്കും. ഇപ്പോൾ ടെർ സ്റ്റെഗൻ ഒരു അമേസിങ് ഗോൾ കീപ്പറാണ്. ഞങ്ങൾക്ക് 3 അമേസിങ് ഗോൾ കീപ്പർമാരുണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കും നമുക്ക് കാത്തിരുന്ന് കാണാം. എൻ്റെ വാക്കുകൾ വളരെ ക്ലിയറാണ്. ജോയനാണ് ഇവിടെ നമ്പർ 1 ഗോൾ കീപ്പർ. സോ പിന്നെ എന്ത് സംഭവിക്കുന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഷെസ്നിക്ക് പോയ സീസണിൽ മികച്ചൊരു സീസണായിരുന്നു. ഞങ്ങൾ 3 കിരീടങ്ങൾ ഷെസ്നിയെ വെച്ച് നേടുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം നല്ല രൂപത്തിൽ തന്നെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ട്രെയിനിങ്ങിലും മറ്റുമൊക്കെ. ഇപ്പോൾ ജോയൻ്റെ ഇഞ്ചുറിയുടെ സമയത്തും ഷെസ്നി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഞങ്ങൾക്ക് ആ ഒരു സ്റ്റെബിലിറ്റി നൽകുകയും ചെയ്തു. സോ എന്നെ സംബന്ധിച്ചിടത്തോളം ഷെസ്നി ഇമ്പോർട്ടൻറ്റ് പ്ലെയറാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. അത് കളിക്കളത്തിൽ മാത്രമല്ല കളത്തിന് പുറത്തും അങ്ങനെയാണ് എന്ന് കൃത്യമായിട്ട് ഫ്ലിക്ക് പറയുമ്പോൾ അതിൽ വളരെ വ്യക്തമായ കാര്യം, ഫ്ലിക്ക് എന്തായാലും ടെർ സ്റ്റെഗനെ ഇറക്കാൻ പോകുന്നില്ല, അദ്ദേഹത്തെ പരിഗണിക്കുന്നില്ല. അപ്പോൾ ഇനി ടെർ സ്റ്റെഗൻ്റെ തീരുമാനം അദ്ദേഹം എടുക്കേണ്ടതാണ്. അടുത്ത വേൾഡ് കപ്പിൽ ജർമ്മനിയുടെ ഗോൾ കീപ്പറായി നിൽക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ഗോൾ കീപ്പറായി നിൽക്കണമെങ്കിൽ ബാഴ്സയുടെ ബെഞ്ചിൽ ഇരുന്നാൽ പോരാ, കളിക്കണം. അപ്പോൾ അതുകൊണ്ട് ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ടെർ സ്റ്റെഗൻ ബാഴ്സ വിടുമോ കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.